മലയാളിക്ക് അതിപരിചിതമല്ലാത്ത സങ്കേതങ്ങളും ആശയങ്ങളും സന്നിവേശിപ്പിച്ച് തൻ്റെ സൃഷ്ടികളിലൂടെ ആഗോള ശ്രദ്ധ നേടിയ പ്രിയ കലാകാരൻ വിവേക് വിലാസിനെയാണ് റൂമി സോൾസൈസിൻ്റെ ഇത്തവണത്തെ അതിഥി. സോൾസൈസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പം മുഹമ്മദ് കാസിം ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിന് ഗ്രൂപ്പ് ഓഫ് 5 എന്നാണ് ആൾക്കാർ വിളിച്ചിരുന്നത്. പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് ചില നേരത്ത് 6 ഉണ്ടായിരുന്നു, ചില നേരത്ത് 7 ഉണ്ടായിരുന്നു. അപ്പം ചില നേരത്ത് കുറച്ച് കൊല്ലങ്ങളൊരു ഇന്ത്യക്കാരുണ്ടായിരുന്നു. ഞാനും ഇവരുടെ കൂടെ വേറെ കുറേ എക്സിബിഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി വന്നു. അപ്പോൾ അവർ കുറച്ച് ആർട്ട് ഒരു ഗാലറിയൊക്കെ ആയി. അപ്പോൾ അവർ കുറച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. എന്താണ് ഈ UAE ഈ കണ്ടംപററി ആർട്ട് ഉണ്ടായെന്നുള്ളത്, അതിൻ്റെ തുടക്കം എവിടെ നിന്നാണ് പറയാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അവരത് ഈ 96 ആ ഷോയിലാണ് അത് എന്താ പറയുക പിൻ പോയിന്റ് ചെയ്യണത്. അങ്ങനെ ഇവർ എന്നെ അന്വേഷിച്ച് നാട്ടിൽ വന്നു. അപ്പം ഞാൻ ഈ 99 പോയിട്ട് പിന്നെ 2016 തിരിച്ചു വരുന്നത് മറ്റേ ഷോയിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ പിന്നീട് എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില വർക്കിൽ ഈ പറഞ്ഞ ചില പൊളിറ്റിക്സും അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതല്ലാണ്ട് എനിക്ക് വർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ലൈക്ക് എൻ്റെ വർക്കിൽ അത് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ഒരു ഹ്യൂമർ ഉണ്ട്, ഒരു എസ്തറ്റിക്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് എനിക്ക് എൻ്റെ ഒരു വർക്ക് വളരെ സക്സസ്ഫുൾ ആണെന്ന് തോന്നാറുള്ളൂ. അപ്പം അതിനുള്ളൊരു സ്പേസ് ഇവിടെ അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്ന് പല രീതിയിലും ഉണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ റെസ്ട്രിക്ഷൻസിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യാണ് ഭയങ്കര എന്താ പറയുക, അതാണ് ക്രിയേറ്റിവിറ്റി ശരിക്കും പുറത്തു വരാൻ. കാരണം ഏറ്റവും മിനിമൽ മീൻസോട് കൂടിയിട്ട് ചെയ്യാന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഇറാനിയൻ സിനിമേൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്. അവർ വേൾഡ് ക്ലാസ്. പക്ഷെ ഇറാനിയൻ ഈ പറയുമ്പോൾ ഇറാനിയൻ ജനത എപ്പോഴും അങ്ങനെയായിരുന്നു. ലൈക്ക് അവരൊരു മസ്ക്രേഡിങ് പരിപാടി ഉണ്ട്. ലൈക്ക് ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വോയിസിൽ കവിത എഴുതുക, അല്ലെങ്കിൽ ദൈവത്തിനെ കുറിച്ചിട്ടുള്ള അവരുടെ സങ്കല്പങ്ങൾ വേറൊരു രീതിയിലൊരു ലവർ പോലെ മസ്ക്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഫിലിം പോലെ പൊളിറ്റിക്കൽ സിനിമകൾ ഉണ്ടാക്കുക. ഇന്നിപ്പോൾ അവർ ചെയ്യണ പോലെ. ഇറാനിൽ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ലൈക്ക് അപ്പോഴും ഈ ഒരു അവരെങ്ങനെയോ അവരുടെ ചില റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ സെൻസർഷിപ്പ് കൂടെ അവർ നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവർ ഗ്രേറ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഫ്രിക്കയിൽ അല്ലെങ്കിൽ ഈ മാലി, കോങ്കോ ഇവിടെയൊക്കെയുള്ള ചില ആർട്ടിസ്റ്റ്, മാലിക് സഡീബി, സയ്യിദ് ഒക്കീത്ത, പിന്നെ സാമുൽ ഫൂസോ. കോങ്കോയിൽ സാമുൽ ഫൂസോ എന്ന് പറയുമ്പോൾ ഒരു മഡ് ഫ്ലോർ ഫോട്ടോ സ്റ്റുഡിയോൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു അയാൾ. അതിൻ്റെ ഓണർ പോലും അല്ല. കുറച്ച് കൊല്ലം മുമ്പ് ഹാസൽ ബ്ലാഡിൻ്റെ ഗ്രാൻഡ് പ്രൈസ് അയാൾക്കായിരുന്നു കിട്ടിയത് ഇസ്രായേലിൽ. അതൊക്കെയാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മീൻസ്, പക്ഷെ ഹൈ ക്രിയേറ്റിവിറ്റി അല്ലേ, ക്രിയേറ്റിവിറ്റി കൊണ്ട് മാത്രം. വേറൊരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയായിരുന്നില്ലേ, ഒരിക്കൽ ഈ ബ്ലാക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഈ മറ്റേ അഡ്വർടൈസിങ്ങിൻ്റെ ഒരു ഭയങ്കര ഒരു പുസ്തകം ഉണ്ടായി. ഈ അവാർഡ് കിട്ടിയ ആൾക്കാർ ഈ കാൻ ഫെസ്റ്റിവലിൽ മറ്റേ ഗോൾഡൻ ലയണൊക്കെ കിട്ടിയത്. അപ്പോൾ അതിലൊരു ഒരു ഇന്ത്യക്കാരനൊരിക്കൽ കിട്ടി. ഇന്ത്യക്കാരനല്ല, അത് ഇന്ത്യൻ അഡ്വർടൈസിങ് ഏജൻസി കിട്ടിയതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞാനിത് പലപ്പോഴും ഉദാഹരണമായിട്ട് പറയും. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അന്ന് കിട്ടിയ എനിക്കൊന്ന് വോക്സ് വാഗണിൻ്റെ ഒരു കാറിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ഒരു വീല് റോൾ ചെയ്ത് വന്നിട്ട് ഒരു സ്ഥലത്ത് നിൽക്കും, പിന്നെ വേറൊരു 2 വീലും കൂടി വരും, പിന്നെ ഒരു ബോഡി വരും, പിന്നെ മറ്റേത് ഒരു നട്ട് വരും, അങ്ങനെ തിരിഞ്ഞ് അങ്ങനെ ഒരു കാറുണ്ടാവും. ഭയങ്കര ടെക്നോളജി ഉപയോഗിച്ച് ചെയ്ത വർക്കാണ്. അന്ന് വേറൊരു പ്രൈസ് കിട്ടിയത് കുറേ ആൾക്കാരിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ബിഫോർ ആഫ്റ്റർ സീനാണ്. ഈ സാധാരണ ഈ ഡൽഹിയിലും മറ്റുള്ള ഓഫീസുകളിലൊക്കെ പോണ സാധാരണ ആൾക്കാരാണ്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. അപ്പോൾ അവരിങ്ങനെ ബിഫോർ അങ്ങനെ ആഫ്റ്റർ 200 ഗ്രാം 300 ഗ്രാമൊക്കെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ളൂ. അവരുടെ ചെറിയൊരു പുഞ്ചിരി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനത്തെ കുറേ ബ്ലാൻഡ് ആയിട്ടുള്ള കുറേ പടങ്ങളുണ്ട്. ഇത് ശരിക്കും ഒരു ലാക്സേറ്റീവിൻ്റെ പരസ്യമായിരുന്നു, ഒരു അപ്പിടാനുള്ള പരസ്യമായിരുന്നേ. അതാണ് 200-300 ഗ്രാം പറയുന്നത്. അപ്പം ഈ ആൾക്കാരുടെ ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു സന്തോഷമാണ് അവരിതിൽ കാണിക്കുന്നത്. പക്ഷെ അതിനാണ് അവാർഡ് കിട്ടുന്നത്. അപ്പം ഞാൻ പറയും അത്രയും ക്രിയേറ്റിവിറ്റി ആണ് നമ്മൾ വേണ്ടത്. മറ്റൊന്നും നമുക്ക് അറിയെങ്കിലും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്നല്ല.
അതുപോലെ തന്നെ ഈ സാമുൽ ഫൂസോൻ്റെയൊക്കെ ഈ സയ്യിദൊക്കെ ഇതൊക്കെ പലപ്പോഴും നമ്മൾ ഈ നോക്കുമ്പോൾ ഈ യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് നമുക്ക് ഇൻസ്പിറേഷനായിട്ട് വരിക. പക്ഷെ പലപ്പോഴും നമുക്ക് അവരുടെ ഒരു ലെവലിലുള്ള ഒരു ടെക്നോളജിയോ അല്ലെങ്കിൽ ഒരു ഇത് നമുക്കില്ല. പക്ഷെ നമുക്ക് നമ്മുടെ സ്ഥലത്ത് നിന്ന് തന്നെ ഇരുന്നിട്ട് ചിലത് ചെയ്യാൻ പറ്റും. നമ്മളുള്ള സറൗണ്ടിങ്സ് നിന്ന് കിട്ടും. അത് അത്രയും ഹാർഡായിട്ട് നമ്മൾ നോക്കണം, അത്രയും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം. ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ ടൂൾസ് അറിയണം. ലൈക്ക് പലപ്പോഴും സ്കില്ലിനേക്കാളും കൂടുതൽ ക്രിയേറ്റീവ് ആവാം. സ്കില്ല് കുറച്ചുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി കൂടാനാണ് സാധ്യത. കാരണം നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് ഇത് ആൾക്കാർക്ക് വലിക്കേണ്ടത് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും അതിനൊരു സാധ്യത പോലും ഉണ്ടെന്നാണ്. ക്രിയേറ്റിവിറ്റി കണ്ടുപോകാനും കൂടുതലുള്ള കുറേ ആൾക്കാരെ എനിക്കറിയാം, ഒന്നും ചെയ്യില്ല അവർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മുയൽ ആമ മുയലിനെ റേസ് ചെയ്യുക. മുയൽ കിടന്ന് ഉറങ്ങണക്കാരനാണ്, അല്ലാണ്ട് സ്പീഡ് കൊണ്ടല്ല. മുയൽ ഉറങ്ങണ കൊണ്ട് മാത്രമാണ് ഈ ആമയ്ക്ക് റേസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞൂടെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളത് സ്റ്റഡി ആയിട്ട് ക്രിയേറ്റിവിറ്റി കുറേ കാണണം. കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ കുട്ടൻസ് പിടികിട്ടും, അതിൻ്റെ മർമ്മം പിടികിട്ടും. അപ്പം ശരിക്കും പറഞ്ഞാലേ ഈ മക്മൽ ബാഫ് എൻ്റെ ഒരു ഹീറോ ആണ്, മോഹസിൻ മക്മൽ. ഞങ്ങളൊരു ഫിലിം ഫെസ്റ്റിവലിൽ മക്മൽ ബാഫിൻ്റെ ഗാബെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡിജക്റ്റഡ് ആയി. ഞാൻ ഇയാളത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഭയങ്കര ക്ലീഷേ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഗ്രാനിയൻ കാർപ്പറ്റ് വെച്ചിട്ടുള്ള അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെയുള്ള ഒരു ഫിക്ഷനും അതൊക്കെ അയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇത് അങ്ങനെയല്ല അത് കാണേണ്ടത്. മക്മൽ ബാഫ് അത് രക്ഷിച്ചു. ഇനി വേറൊരാൾക്കും അതെടുത്തിട്ട് കൊളാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് മക്മൽ ബാഫിന് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ഞാൻ പോയി കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായിട്ടുള്ളത്. ആദ്യം ശരിയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ക്ലീഷ ആയിട്ടുള്ള എന്താണ്? അപ്പം കേരളത്തിൽ നിന്നുള്ള ഒരു കഥകളിയാണ്. കാരണം കഥകളി എന്ന് പറഞ്ഞാല് ഒരുമാതിരി ആർട്ട് പഠിച്ച ആളൊന്നും തൊടില്ല. ആർട്ടിസ്റ്റുകൾക്ക് എന്താ പറയുക, പുഴുമേത്തിട്ട പോലെ അവർക്ക് ഇങ്ങനെ ഒരു ചൊറച്ചിലും ഇത് വരും. അതെടുത്തിട്ട് ഒരു കണ്ടംപററി സാധനം ചെയ്യണം, അതൊരു ചലഞ്ചായി. അങ്ങനെയാണ് ഞാൻ ആദ്യം ഒരു കഥകളി വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഫ്രണ്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സംഭവം എന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പർ കഴിക്കലല്ല പരിപാടി. അത് ക്രൈസ്റ്റ് ഇങ്ങനെ പറയണത്, നിങ്ങളുടെ ഒരാൾ എന്നെ ബിട്രേ ചെയ്യുന്നു. ഇറ്റ്സ് അബൌട്ട് ഫെയ്ത്ത് ആൻഡ് ബിട്രയൽ. ഈ കൾച്ചർ ഉണ്ടല്ലോ, ഇത് നമ്മളൊരു ബിട്രേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബറയോ മറ്റോ സിനിമയൊന്നുമല്ല, ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എല്ലാവർക്കും ആക്സസ് ഉണ്ടായിരുന്നില്ല. അതൊരു ഡെമോക്രാറ്റിക് സംഭവത്തിലായിരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഡെമോക്രസിയൊക്കെ വന്ന സ്ഥിതിക്ക് എല്ലാവരുടെയും ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് ആക്ച്വലി ആ രീതിയിലാണ് കാണേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞത് കോസ്റ്റ്യൂം മാറുമ്പോൾ കഥ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാധനം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഈ ബോസ് ആയിരുന്നു മറ്റേ ആർക്കോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് മാഡ്രിഡിലൊരു ഭയങ്കര ആർട്ട് ഫെയർ ഉണ്ട്. ലോകത്തിലെ വൺ ഓഫ് ദ ഫസ്റ്റ് ആർട്ട് ഫെയർസ് ആണ്. ഹൈലി റെസ്പെക്റ്റഡ് ആണ്. അവരൊരു ഭീകര കളക്ഷനൊക്കെ ഉള്ളൊരു ഇതാണ്. ഞാൻ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 170 വർക്ക് മറ്റോ അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. പിക്കാസോ, ഡാലി, അങ്ങനത്തെ ടൈപ്പ്. അപ്പോൾ ബോസ് ഒരു ഷോ ക്യൂറേറ്റ് ചെയ്യാണ് ആർക്കോയിൽ. ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട്, എന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ എന്നോട് 3x4 3 വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള സ്പേസാണ് അവർ ഒരുക്കിയിട്ടായിരുന്നത്. ഒരു വാളിൽ 3 വർക്ക് ഉണ്ട് അവർ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ആ സമയത്ത് ഹസനെ വിളിക്കുകയാണ്, എന്തോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഹസൻ, ഞങ്ങൾ മാഡ്രിഡിൽ ഇങ്ങനെ ഒരു ഷോ ഒക്കെ ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഖാലിദ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഖാലിദിന് കൊടുത്തു. ഖാലിദ് പറഞ്ഞു, എടാ നീ ഭാഗ്യവാനാണ്, ഈ ഇന്ത്യക്കാരുടെ ഒരു ഭാഗ്യം. ഞങ്ങൾ ഈ പലസ്തീനികൾ ജോർദാനിയൻ പാസ്പോർട്ടും വെച്ചിട്ട് ഈ അബുദാബിയിലും ദുബായിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ലൈക്ക് നൈദർ ഹിയർ എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു എക്സിബിഷൻ പോലും കിട്ടില്ലടാ എന്ന് പറഞ്ഞു. നീ ഞങ്ങളെ പറ്റി ഇങ്ങനെ ആലോചിക്കണുണ്ടാവും പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെയാണ് അത് ഈ ലാസ്റ്റ് സപ്പർ ഈ ബോർക്കേറ്റിലുള്ള ഇതായിട്ട് ചെയ്തത്. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു തുടക്കം. ഈ ഗ്രൂപ്പ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ നല്ല വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് കാണിക്കാനുള്ളൊരു ഒരു അവസരമാണ്. അതിപ്പോൾ സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും എന്താണെങ്കിലും നമ്മളൊരു വഴിപാടായിട്ട് ചെയ്യരുത്. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളത്ര മോശമൊന്നുമല്ല, നമ്മളെ ഏറ്റവും നല്ല എന്നുള്ളതിനാണ് ശ്രമിക്കുന്നത്. അത് ചിലപ്പോൾ അവിടെ നിർബന്ധമില്ല, പലരും നല്ല സാധനങ്ങളൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും നമ്മുടെ നിലവാരം സൂപ്പറാന്നുള്ളത്, മോശമല്ല എന്നുള്ളത് കാണിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. അതിനൊരിക്കലും അത് കാരണം 4 പേര് കൂടുമ്പോൾ മോശമാക്കരുത് ലൈക്ക് അത്. ഇപ്പം ഞാനിതാക്കി മൊത്തം ഇന്ത്യയിലത്തെ ആർട്ടിസ്റ്റുകളുണ്ട്, ഇത് എങ്ങനെയാണത് വലിയ ബുദ്ധിമുട്ടാണത്. അപ്പം അങ്ങനെ അപ്പോൾ ആദ്യം ചെയ്തത് ഈ സ്പെയിനിൻ്റെ ചരിത്രം പഠിക്കലാണ്. അപ്പോഴാണ് നമുക്ക് ഈ മനസ്സിലാവുന്നത് ഈ ഡാർക്ക് ഏജസ് എന്താണ്, ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് സ്പെയിനിന് ശരിക്കും പറഞ്ഞാൽ ഈ ഡാർക്ക് ഏജസ് എന്നുള്ളൊരു മോചനം കിട്ടുന്നത് ഈ ഇസ്ലാമിക് റൂള് വന്നിട്ടാണ് സ്പെയിനിൽ. 400-800 മറ്റോ കുറേ കൊല്ലങ്ങളുണ്ടായിരുന്നു. ആ സമയത്താണ് ആർക്കിടെക്ചറിൽ പല കാര്യങ്ങളിൽ പേപ്പർ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ചൈനക്കാർ സമർഖണ്ഡിൽ ഈ പേപ്പർ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇവരാണ് പോയി പിടിച്ചിറക്കിയിട്ട് മൊത്തം ലോകത്തിന് കൊടുക്കുന്നത്, യൂറോപ്പിനെ കൊടുക്കുന്നത്. പിന്നെയാണ് ഈ പേപ്പറിലൊക്കെ ആൾക്കാർ എഴുതാൻ പോകുന്നത്. പിന്നെ എഞ്ചിനീയറിംഗ് അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം ഇവർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നോളജിന് ഭയങ്കര ആർത്തിയായിരുന്നു. ഇവർ പല ഗ്രീക്ക് സാധനങ്ങളും പല സാധനങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അറബിയിൽ. പല ഗ്രീക്ക് സാധനങ്ങളും പോയിട്ട് പിന്നീട് അറബിയിൽ നിന്നാണ് തിരിച്ചവരെടുത്തത്. അതൊക്കെ ഈ സമയത്താണ് ഉണ്ടാവുന്നത്. പിന്നീട് അവർ ഈ ക്രൂസൈഡും അതൊക്കെ വന്നിട്ട് ഇത് പിടിച്ചടക്കിയിട്ട് എല്ലാവരെയും കൺവേർട്ട് ചെയ്ത് തിരിച്ച്. അപ്പം ഇതൊരു സാധനം അറിയാം. അപ്പം ഇത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് സ്ത്രീകൾ വെച്ചിട്ടാണ് ചെയ്യണം. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെർഫോമൻസ് പോലെയാണ്. അപ്പം ഇവർ പറഞ്ഞാൽ ഞങ്ങളുടെ ഫെയ്ത്ത് കാരണം ഞങ്ങളെ വി ആർ ബീൻ ബിട്രേഡ് ബൈ അവർ ഫെയ്ത്ത്. അപ്പം അത് ഇറ്റ്സ് അബൌട്ട് ഫെയ്ത്ത് ആൻഡ് ബിട്രയൽ, അല്ലാണ്ട് ഈ ലാസ്റ്റ് സപ്പർ പെണ്ണുങ്ങൾ ചെയ്തതൊന്നുമല്ല. അപ്പം ഇവർ വളരെ യങ്ങായിട്ടുള്ള കുട്ടികൾ. അപ്പം ഈ സൃഷ്ടി സ്കൂൾ ഓഫ് ആർട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവള് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് പിള്ളേരെ വേണമല്ലോ, അപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് സൃഷ്ടി എടുക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെയാണ് ഈ കുട്ടികളെ വെച്ച് ചെയ്തത്. അപ്പം അത് അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് ഇസ്രായേൽ ഗാസനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ വാൾ സ്ട്രീറ്റ് ജേർണലിൽ ഒരു പടം വന്നു. 2 സ്ത്രീകൾ ഇങ്ങനെ നോക്കുകയാണ്. ഇസ്രായേൽ അറ്റാക്സ് ഗാസ ആദ്യം വന്ന പടം കാണും. പിന്നെ ബോംബിൻ്റെയും മറ്റേ പ്രശ്നങ്ങളുടെയും അതിൻ്റെയും പടം. ഇതൊരു 219 ന്യൂസ് പേപ്പർ കവർ ചെയ്തു ലോകത്തിൽ. ഇന്ത്യയിൽ ഇന്ത്യൻ എക്സ്പ്രസ് മാത്രമാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. അപ്പോൾ ഞാൻ ഉണ്ണി താങ്ക്സ് എന്ന് പറഞ്ഞു, എഡിറ്റർ ഡൽഹിയിൽ. അപ്പോൾ ആൾ പറഞ്ഞു അത് ഞാനല്ല ഇട്ടത്, അവർ വാങ്ങിച്ചിട്ടാണെന്ന് പറഞ്ഞത്. അസോസിയേറ്റഡ് എന്തോ ഏജൻസി ഫ്രാൻസിസ് പ്രസ് ഇട്ടാണ്. അപ്പം അങ്ങനെ ഇതിനൊരു വേറൊരു ആ ടൈമിങ് വളരെ ശരിയായി. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഹുസൈൻ്റെ കൂടെ ഈ കുറേ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ട്രിക്കുകളുണ്ട്. അപ്പം അങ്ങനെ ഒരു ട്രിക്കിൽ ഒരു സ്മോക്കി ഫീലിംഗ് ഉണ്ടാക്കി. അപ്പം ഞാൻ പറഞ്ഞു അനിയനോട് പറഞ്ഞു ഇത് ചെയ്യാൻ അവർ ഇവിടെ ചെയ്യണല്ലേ, അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട്. അപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു കൊടുത്താണ്. ഞാൻ പറഞ്ഞു അവളോട് യു ഓൾസോ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആളും ചെയ്തപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കരി എടുത്തിട്ട് ഇങ്ങനെയാണ് റോൾ ചെയ്തിട്ട് തോർത്ത് നനച്ചിട്ട് ഇങ്ങനെയുണ്ട് പിടി. ഹുസൈനും ഞാൻ അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടുകൾ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മോക്കും മറ്റേ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതാണ് കറക്റ്റായിട്ട് വന്നത്. പിന്നെ ഈ പിറ്റേ ദിവസം കുറേ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുറേ ചിക്കനൊക്കെ മുഴുവനായിട്ട് ഇങ്ങനെ അവർ ബേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിലൊരു പൊമോഗ്രാനറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കുറേ പൊമോഗ്രാനറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ കഴുത്തുള്ള പൊമോഗ്രാനറ്റ് കൊണ്ടുവരണം കുറച്ച്. അപ്പോൾ ഓരോരുത്തർ ചോദിക്കും ഇങ്ങനെ, വൈഫ് ചോദിക്കും, വൈഫിൻ്റെ വൈഫ്, പിന്നെ ഈ ആൾക്കാർ പറയും ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞു. ചിലത് എനിക്ക് പറയാൻ പറ്റില്ല, ഞാനിത് പിന്നെ പറയാം. അപ്പോഴേക്കും ഭയങ്കര ദേഷ്യമായിരിക്കും. ഈ കുക്ക് ചെയ്ത ആൾക്കാരും മറ്റേ സ്റ്റിച്ച് ചെയ്ത ആൾക്കാരും അങ്ങനെ കുറേ ദേഷ്യം ആയിട്ടുണ്ടാവും. അപ്പം ഇതെല്ലാം മോഡൽസ് ഇരിക്കുകയാണെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് നടക്കണം. ഞാൻ അനിയനോട് പറഞ്ഞില്ലേ ഇത് പോയി വാങ്ങിച്ചിട്ട് മറ്റേ കടയിൽ നിന്ന് ഇന്ന ബ്രെഡ് ടൈപ്പ് കൊണ്ടുപോകാന്ന് പറയും. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അത് അങ്ങോട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഒരു എല്ലാവർക്കും ഗ്ലാസ് ഉണ്ട്. നമ്മൾ എല്ലാ ഗ്ലാസ്സും മാറ്റി ഒരൊറ്റ ഒരാൾക്ക് ഒരു കൊക്കക്കോള വാങ്ങിച്ചിട്ടാൻ പറയും. ലൈക്ക് അതൊരു ചായ വൈൻ പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ ഒരെണ്ണം അപ്പോൾ ബാക്കി എല്ലാവരും കുടിക്കാനല്ലേ ഇരിക്കണേ. നമ്മളല്ല ഇതിങ്ങനെ
പകർന്നു കൊടുക്കാൻ പോകണം, അല്ലെങ്കിൽ ഇത് ഒരെണ്ണം മതി. കുറച്ച് ഇത് ഒരു കാര്യം ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത്, പണ്ട് ഷിബു നട്ടേഷൻ ഉണ്ടല്ലോ, ഷിബു ഒരു അഗ്രഗണ്യനാണ്, ഭയങ്കര ഇവോൾവ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. ഇന്ത്യൻ അല്ല, വേൾഡിൽ തന്നെ വളരെ നല്ല ആർട്ടിസ്റ്റാണ്. ഷിബുവിന് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഷിബു ഒരു കാര്യം പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഷിബു പറഞ്ഞ ഈ നമ്മളിപ്പോൾ ഒരു മ്യൂസിയത്തിൽ പോവുകയാണെങ്കിൽ കുറേ വലിയ വലിയ വർക്കുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ എല്ലാവരും കണ്ട് ആവാഹിച്ചിട്ടുള്ള വർക്കുകളാണ്. ഇതിനിടയിൽ കുറച്ച് ചെറിയ വർക്കുകളുണ്ടാവും, നമുക്കറിയില്ല അതൊക്കെ എന്തുകൊണ്ടാണ് കാരണം അവിടെ ഉള്ളത്, അതൊക്കെ പോയി ശ്രദ്ധിക്കുന്നതാണ്. ഞാനത് നമ്മളൊരു വർക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ കുറേ നേരം നിന്നിട്ട് അതിൻ്റെ കളറ്, ഷേപ്പ്, ലൈറ്റ്, മറ്റേത് ഇത് കമ്പോസിഷൻ, ഇതൊക്കെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അടുത്ത് പോകും, അങ്ങനെ ചെയ്യും. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ചെയ്തതിൻ്റെ കളർ സ്കീം ആക്ച്വലി ഒരു വർക്ക് ലണ്ടനിൽ ഒരു ഗാലറി ഉണ്ട്, ഗാലറി അല്ല അതിൻ്റെയൊക്കെ വലിയ മ്യൂസിയമാണ്, നാഷണൽ ഗാലറി. ഈ നാഷണൽ ഗാലറിയിൽ ഒരു ചെറിയ വർക്കിൻ്റെ കളർ സ്കീമാണ് ഞാൻ ഉപയോഗിച്ചത്. അത് ഞാൻ പിന്നീട് രണ്ടാമത് അവിടെ പോയി നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഉണ്ടമ്മോ ഇതാണല്ലോ എന്നാണ് ലൈക്ക് ഞാൻ ചെയ്തത്. അപ്പം അതിൻ്റെ മുമ്പിൽ ഞാൻ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കിത് പെട്ടെന്ന് ഓടില്ല. അത് ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ്, അത് കാരണം ഈ എത്രത്തോളം കാണാൻ പറ്റും അത്രത്തോളം കാണണം. ആൻഡ് കാണുമ്പോൾ നമ്മൾ നോക്കണം കമ്പോസിഷൻ, ലൈറ്റ് കൊണ്ടുള്ള കമ്പോസിഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ പെയിൻറ്റിങ്, പണ്ടത്തെ ഈ പെയിൻറ്റിങ്ങുകളൊക്കെ ഇന്നും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫും ഇന്നത്തെ ഈ ഫോട്ടോഗ്രാഫി ശരിക്കും ലൈറ്റ് കൊണ്ട് ശില്പം ചെയ്യലാണ്, ലൈറ്റ് കൊണ്ട് സ്കൾപ്റ്റ് ചെയ്യലാണ് ശരിക്കും ഫോട്ടോഗ്രാഫി. ഈ ലൈറ്റിങ്ങിൻ്റെ കാര്യം അതാണ്. അപ്പം അത് തന്നെ ആ രീതിയിലാണ്, കാരണം അത് പെയിൻറ്റിങ്ങിൽ പണ്ട് ചെയ്തിരുന്നതാണ്, അതാണ് പിന്നീട് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിച്ചിരുന്നത്. നല്ല ഫോട്ടോഗ്രാഫിയിൽ അങ്ങനെയാണ്. ഒരു ടൂളാണ്. ലൈക്ക് നമ്മളത് നോക്കുമ്പോൾ നമുക്കറിയാം, ലൈക്ക് ലൈറ്റ് വെച്ച് സ്കൾപ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ലൈറ്റിംഗ് ഉണ്ട്, ഓക്കെ, ഇത് പോരെങ്കിലും നമുക്ക് ഇത് വെച്ച് ഇതിനേലും കുറച്ചും കൂടി രീതിയിൽ ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു ഇമേജിന്. അപ്പം ഞാൻ പലപ്പോഴും ഈ വൺ സൈഡിലുള്ള ലൈറ്റ് അല്ല ഉപയോഗിക്കാറ്, ലൈറ്റ് കൊണ്ട് തന്നെ ഈ സാധനം ഉണ്ടാക്കുക എന്നുള്ള. എനിക്കതൊരു എസ്തെറ്റിക്സ്, പണ്ട് എസ്തെറ്റിക്സ് ഒന്നും ഞാൻ നോക്കിയിരുന്നില്ല. എൻ്റെ കാര്യം എനിക്ക് നല്ല കഴിവുണ്ടെന്നല്ല, അത് കാരണം എസ്തെറ്റിക്സ് നോക്കാറുണ്ടായിരുന്നില്ല. പിന്നീടാണ് കുറച്ചും കൂടി എസ്തെറ്റിക്സ്, ഒരു എസ്തെറ്റിക്കൽ ഒബ്ജക്റ്റ് വൈ നോട്ട്. ഈ ലാസപ്പറിനൊക്കെ ഒരു 10-13 ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ കുറേ ലൈറ്റിംഗ് ഫ്ലോസ് കാണാൻ പറ്റും. പക്ഷെ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റിംഗ് ആണ് വേണ്ടത്. അത് ഒരു ബ്ലാക്കിൽ നിന്ന് മറ്റേ ബ്ലാക്കിൽ നിന്ന് അത് ജോയിൻ ആവാൻ പാടില്ല, മൊത്തത്തിലൊരു കറുത്ത കട്ടയാവാൻ പാടില്ല, ബ്ലോക്ക് ആവാൻ പാടില്ല. ഈ CY ടോംബ്ലി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, അയാളിങ്ങനെ കുത്തി വരയ്ക്കുക അങ്ങനത്തെ ഒരു സാധനമാണ് ചെയ്യുക. അപ്പം ഇയാളൊക്കെ എങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റിൽ കടന്നുകൂടിയെന്ന് നമ്മൾ ഇപ്പോഴും വിചാരിക്കുക. ഈവൻ ജാക്സൺ പൊളക്ക്, ഇവൻ്റെയൊക്കെ വർക്ക് നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് അറിയിക്കേണ്ട പോകും, വെറുതെ അല്ല. ഇൻക്ലൂഡിങ് ഈ ജോസഫ് ആൽബേഴ്സ്, പിന്നെ എന്താ പറയുക, ശരിക്കും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത് മൊണ്ട്രിയാനാണ്. മൊണ്ട്രിയാൻ്റെ വർക്ക് ഒരു വർക്കിൽ നിന്ന് വേറൊരു വർക്കിലേക്ക് എങ്ങനെയാണ് വന്നതെന്നുള്ളതൊക്കെ അറിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മോഡേൺ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് മൊണ്ട്രിയാനാണ്. നമ്മളൊരു പേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, ഒരു ബിൽഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുക, ഒരു വർക്ക് എങ്ങനെ വയ്ക്കുക, അതിൻ്റെ കമ്പോസിഷനൊക്കെ അതിൽ മൊണ്ട്രിയാൻ ഉണ്ടായ കാരണമാണ്. അത് അത്ര ഇൻഫ്ലുവൻസ് ഉള്ളതാണ് ഡിസൈനിങ്ങിലൊക്കെ. അത് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞു കഴിഞ്ഞാലേ നമ്മളത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ആദ്യം ബേസിക് സാധനങ്ങളാണ്. ഇത് ഒരു കളർ വെച്ചിട്ട് എങ്ങനെയാണ് കമ്പോസ് ചെയ്യുക, ലൈറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് കമ്പോസ് ചെയ്യുക, ഒബ്ജക്ട്സ് വെച്ചിട്ട് എങ്ങനെയാണ് കമ്പോസ് ചെയ്യുക, വല്ല ഗ്യാപ്പുകളും വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഗ്യാപ്പുകൾ വിടേണ്ട വല്ല കാര്യമുണ്ടോ, ഇതൊക്കെ ബേസിക്കാണ്. പക്ഷെ ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ പിടിക്കാൻ പറ്റണം നമുക്ക്. അത് തറവാണെങ്കിൽ നമ്മൾ കണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഐ മീൻ അത് ഒബ്വിയസ് ആണത്. ലൈക്ക് അത് എത്രയും കാണുക, പിന്നെന്താ വെച്ചാൽ എന്ത് കിട്ടിയാലും വായിക്കുക. എവിടെ നിന്ന് ഈ ന്യൂസ് പേപ്പർ വായിക്കുന്നത് വളരെ നല്ലതാണ്. ലൈക്ക് അതല്ല, എവിടെ നിന്ന് നമുക്ക് ഇൻഫ്ലുവൻസ് അല്ല, ഒരു ഐഡിയ സ്പ്രൗട്ട് ചെയ്യാന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ ചില സാധനങ്ങൾ കാണുമ്പോൾ നമ്മളത്
എന്തുകൊണ്ടോ നമുക്കത് ഇഷ്ടമുണ്ട്, നമുക്കറിയില്ല. പക്ഷെ നമ്മളത് വരച്ചു വെക്കും. പിന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെ ഒരു സാധനം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറൊരു മീനിങ്ങിൻ്റെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവും, ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പിന്നെ കുറച്ച് ദിവസം കൂടി ഞാൻ പണ്ടൊക്കെ ഇപ്പം അത് കുറവാണ്, പക്ഷെ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2-3 അഴയുണ്ടാവും നമ്മുടെ സ്റ്റുഡിയോയിൽ. എല്ലാത്തിലും ഇങ്ങനെ ഒരു സാധനങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓരോ ഐഡിയാസും. അപ്പോൾ ചിലത് ഡെവലപ്പ് ചെയ്യും, ചിലത് ഇല്ലാണ്ടാവും, ചിലത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇനി അതിലേക്ക് ഒന്നും ആഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലും എന്തെങ്കിലും റെസണേഷൻ, മറ്റേ റെസണേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ എന്താ പറയുക, തമ്പൂരിൽ സാധനം അടിക്കുമ്പോൾ ഇവിടുന്ന് അടിക്കും മറ്റേ അടിക്കും എല്ലാം കൂടി പിന്നെ അങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു റെസണേഷൻ വരണം. അപ്പോൾ നമുക്കറിയാം ഇത് കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെസണേഷൻ, മീനിങ്ങിൻ്റെ ഒരു സാധ്യത, മീനിങ്സ് കൊണ്ട് റെസണേറ്റ് ചെയ്യാൻ പറ്റണം. ഈ ഡുഷാമ്പ് കഴിഞ്ഞ പിന്നെ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കുലേഷൻ്റെ ഷോർട്ട് ഫോമാണ്. ഈ സുവോളജിക്കൽ ഗാർഡൻ്റെ ഷോർട്ട് ഫോമാണ് സൂ എന്ന് പറയുന്നത്. ലൈക്ക് ഡുഷാമ്പാണ് അത് വേറൊരു രീതിയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ്, ഒരു തിങ്കിങ് മാനിന് വേണ്ടിയിട്ടുള്ളതാണ് ആർട്ട് എന്നുള്ളൊരു. അപ്പം അതിൽ പല റെഫറൻസും അതൊക്കെ ഉണ്ട്. അപ്പം അതൊരു ഫ്രീഡമാണ്. അപ്പം ആ ഫ്രീഡം ചിലർ മിസ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ പറഞ്ഞ പോലെ ചിലർ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഞാൻ ഈ ഷാർജ ആർട്ട് ഫെയറിൽ പോയപ്പോൾ ചില വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫണ്ടും അത് കഴിഞ്ഞിട്ട് വലിയ 4 പ്രൊജക്ഷനും അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും അത്ര കൊണ്ട് ഏഷ്യനില്ല. ചില ചെറിയ വീഡിയോകളുണ്ട്, അയ്യോ കണ്ടിട്ട് എൻ്റെ സിനിമ പിടിക്കണേ ഇങ്ങനെ പിടിക്കണ്ട്, അത് അത്രയും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറേ കുറച്ച് സാധനങ്ങളുണ്ട്. ചിലതൊക്കെ ഭയങ്കര ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ എക്സ്ക്യൂസ് എടുത്തിട്ട് പിന്നെ അവരുടെ ഈ ബിനാലെ എന്നൊക്കെ പറയുമ്പോൾ അതിൽ കുറേ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള വർക്ക് ഇല്ലെങ്കിൽ ഒരു ബിനാലേക്ക് ആൾക്കാർക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം അങ്ങനത്തെ കുറേ വർക്കുകൾ ഉണ്ടാവും. പക്ഷേ ഈ ബിനാലയിൽ ചില സാധനങ്ങളുണ്ട്, എസ്പെഷ്യലി ഫിലിം മേക്കേഴ്സിന് പഠിക്കാൻ പറ്റിയ. ഞാനൊക്കെ എന്തെങ്കിലും ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറയാം അത് കണ്ടിട്ട് എടുത്തിട്ട് അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള സാധനങ്ങളുണ്ട്. ഞാൻ അതൊക്കെ കണ്ടിട്ട് കുറച്ചു കാലം അത് മറക്കണം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും. അത്ര എനിക്ക് ഫീൽ ചെയ്ത കാര്യം പറയുന്നത്. അങ്ങനത്തെ ചില സാധനങ്ങളുണ്ട് ഇവിടെ. എനിക്ക് ഓർമ്മയുണ്ട്, ഡോക്യുമെൻ്ററിയിൽ ഒരിക്കൽ പോയി ജർമ്മനിൽ കാസിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങളൊക്കെ അടുത്ത പ്രാവശ്യം എന്തായാലും പോകണം ഉറപ്പായിട്ടും. അത് ഈ ആർട്ടിൻ്റെ ഒരു ഒളിമ്പിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. 5 കൊല്ലം കൂടുമ്പോഴാണ് നടക്കുക ഒരു വർക്ക് ജർമ്മനിൽ കാസിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം ഞങ്ങൾ പോയി പകുതി ആയപ്പോഴാണ് കാണുന്നത്. അപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ കിടന്ന് അയ്യോ പത്തോ എന്നൊക്കെ ഇങ്ങനെ ഇവിടുന്ന് കരയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് എന്താണെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം എന്താ പിന്നീട് നമ്മളത് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അമ്മ ഒരു ഭയങ്കര സാധനം. പിന്നെ അത് മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ആദ്യ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഒന്നുകൂടി ഞങ്ങൾ ഇരുന്നു. അപ്പോഴാണ് ആളുകൾ എൻ്റെ അമ്മ ഇയാളെ തൊഴണം എന്നുണ്ട്. അങ്ങനത്തെ എന്താ വെച്ചാലേ ആദ്യം കാണുന്നത് ആൾക്കാർക്ക് അറിയാണ് എന്താ പറ്റുന്നത്. ആദ്യം തൊട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അവരുടെ ചെരുപ്പ് ഒക്കെ ഇട്ടിട്ട്, ഞാൻ ചെരുപ്പൊക്കെ ഒരു സ്ഥലത്ത് ഇടുകയാണ്, അത് കഴിഞ്ഞിട്ട് ഒരു വുഡൻ സ്റ്റെപ്സാണ്, അത് കഴിഞ്ഞിട്ട് ഒരു വുഡൻ ഹൗസ് പോലെയാണ്. ഈ എന്താ പറയുക, നമ്മുടെ മലയിലൊക്കെ ഉള്ള തരം വീട് പോലത്തെ ഒരു കുടിലാണ്. അവിടെ ആൾക്കാർ കുറേ പേര് വരുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, അവരിങ്ങനെ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരാൾ വരും, എന്നിട്ട് അയാളെന്തോ ഒരു കവിത കൂടി ചൊല്ലും. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കരയാണ്. അപ്പം അവർ ശരിക്കും അവരുടെ നാട്ടിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഇതൊക്കെ യുദ്ധവും മറ്റേ അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് ഒരു ലാമൻറ്റ് ചെയ്യണം, കരയാനുള്ളൊരു ഒരു വീട് പോലെ ഒരു സ്പേസ് പോലെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഫ്രസ്ട്രേഷൻസ് പുറത്തെടുക്കാനുള്ളൊരു സ്പേസ് പോലത്തെ, അവരുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാനുള്ളൊരു സ്പേസ് പോലത്തെ ഒരു സ്പേസ് ഇതെവിടെ ഉണ്ടാക്കിയിട്ടില്ല വെച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരുത്തം വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അവൻ്റെ മുഖവും അവൻ്റെ ഈ ആക്ഷനും ഇത് കാണിച്ചിട്ട് ഇങ്ങനെ സൂം ഔട്ട് ചെയ്യണം. സൂം ഔട്ട് ചെയ്യുമ്പോൾ ഈ വീട് ഒക്കെ ഇതുണ്ട്. പിന്നെ സൂം ഔട്ട് ചെയ്യുമ്പോഴേ ഈ വീട് ആക്ച്വലി ഒരു വലിയൊരു സ്കൈ സ്ക്രൈപ്പറിൻ്റെ മേളിലാണ് വെച്ചിട്ടുള്ളത്. അത് ബെർലിനിലാണ് വെച്ചിട്ടുള്ളത്. അവിടെ ഈ പാട്ട് വേണം പറഞ്ഞ് ലാമൻറ്റ് ചെയ്യാൻ വേണ്ടി ടർക്കിക്കാരാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു സ്പേസിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് മനസ്സിലാവുക.
ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഈ ഓരോ പരിപാടികളും മറ്റേ നടത്തുന്നത് ഇങ്ങനെ സൂം ഔട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കാര്യം മനസ്സിലാവുക. മറ്റേ ബിൽഡിംഗ് കാണും, മറ്റേ ഇതും കാണും. വേറൊരു ഇതാണ് ആ ഒരു ചെറിയൊരു ടെക്നിക്ക് കൊണ്ടാണ് അതൊരു മാസ്റ്റർ പീസ് ആക്കുന്നത്. എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 19 ആർട്ടിസ്റ്റുകളെ പറ്റിയിട്ട് ശരിക്കും പഠിച്ചിട്ടുണ്ട്. ശരിക്കും പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജനിച്ചത് തൊട്ട് അവരുടെ ഇൻഫ്ലുവൻസസ് ആരൊക്കെയായിരുന്നു. മെയിനായിട്ട് നമ്മളൊരു നല്ല പുസ്തകം വായിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ബാക്കിലൊരു ബിബ്ലിയോഗ്രാഫി ഉണ്ടാവും. ഇന്ന ബുക്കിൽ നിന്ന് ഇൻഫ്ലുവൻസ്, മറ്റേ ബുക്കിൽ നിന്ന് ഇൻഫ്ലുവൻസ്, അത് പഠിക്കണം. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇയാളിൽ നന്നായിട്ടൊരു പുസ്തകം എഴുതാൻ പറ്റും. ഈ ഇൻഫ്ലുവൻസ് ഏകദേശം അങ്ങനെയാണ്. അങ്ങനെയാണെന്ന് പറയുന്നില്ല, നമ്മൾ അത്രയും ജീനിയസ് ഒന്നും അല്ല, പക്ഷെ നമുക്ക് വേറൊരു ധാരണ കിട്ടും. കൊള്ളാം, ലൈക്ക് ഇത് മറ്റൊന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ ഭയങ്കര എക്സൈറ്റിംഗ് ആവും. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളൊരു ആർട്ടിസ്റ്റിനെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം വെറുതെ വാങ്കോഗ് ഇതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ ഈ വാങ്കോഗിനെ പലരും കാണുന്നത് വാങ്കോഗ് ഒരു എന്താ പറയുക സെന്റിമെന്റിലും മറ്റേ പ്രശ്നത്തിലായിരുന്നു മറ്റേ. അതല്ല, വാങ്കോഗിന് വേറൊരു സൈഡുണ്ട്. 2-3 ഇസങ്ങൾ വന്നത് വാങ്കോഗിൽ നിന്നാണ്. വാങ്കോഗ് ഒരു ഫൗണ്ടൻ ഹെഡാണ്. ഈ ഫൗണ്ടനിൽ നിന്ന് പുറത്തെറിച്ചിട്ടുള്ള 4-5 എന്താ പറയുക ഇസങ്ങളാണ്. മനസ്സിലായില്ലേ? ഈ ഫോഗസും അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ഇയാളിൽ നിന്നാണ് വരുന്നത്. വാങ്കോഗ് ഈ പാരീസിൽ പോയിട്ട് അനിയനെ പോയി മീറ്റ് ചെയ്തിട്ട് അനിയൻ വേറെ ആൾക്കാരുടെ വർക്കുകൾ കൊണ്ടുവരും. പിസാറിൻ്റെ അവർ പാളി വയ്ക്കും, നീ എന്താ ഇവരുടെ വർക്കുകളൊന്നും തന്നെ മുമ്പ് കാണിച്ചു തരാനുള്ളത്. വാങ്കോഗിന് അപ്പം തന്നെ മനസ്സിലായി അന്ന് അവിടെ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള ആൾക്കാരല്ല, അന്ന് റിജക്റ്റ് ചെയ്തിട്ട് ആൾക്കാർ ഈ ചിരിക്കുന്ന ആൾക്കാരായിരുന്നു ഏറ്റവും ഗ്രേറ്റ് എന്ന് ഒറ്റ കണ്ട് മനസ്സിലായി. അതാണ് അയാളുടെ ക്വാളിറ്റി. അയാൾ ചെയ്തിരുന്നത് വേറെ സാധനങ്ങളാണ്, വാട്ടർ കളറും മറ്റേ പെൻസിൽ ഡ്രോയിങ് ഒക്കെയാണ്. പക്ഷെ അയാൾക്ക് മനസ്സിലായി ഇവരാണ് ഗ്രേറ്റ്. പിസാറുമാണ്, മോണയാണ്, മാനയാണ്. പിസാറിനൊക്കെ കാണാൻ പറ്റും വീട്ടിൽ പോയിട്ട് പുറത്തു നോക്കിയിട്ട് കാണാനുള്ള പേടികൊണ്ട് തിരിച്ചു നടക്കുകയാണ് ചെയ്തത്. ലൈക്ക് അയാൾക്ക് മനസ്സിലായി അതൊരു അവിടെയാണ് നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ കറക്റ്റായിട്ട് നല്ല ഇൻഫ്ലുവൻസുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, കണ്ടംപററി ആക്കി എടുക്കാൻ പറ്റും. അത് ഇതൊക്കെയാണ് നമ്മുടെ കേസ് സ്റ്റഡി. അപ്പം നമ്മൾ ഈ പല ആൾക്കാരെയും ഇങ്ങനെ പഠിച്ച് വരുമ്പോൾ പല ആംഗിളിൽ നമ്മൾ പഠിക്കാൻ നോക്കണം. പഠിച്ചു വരുമ്പോൾ നമുക്ക് അവരുടെ തലയിൽ ഇരുന്നിട്ട് ആലോചിക്കാൻ പറ്റും. ലൈക്ക് നമുക്കിങ്ങനെ നടക്കും പറയും, കൊള്ളാലോ, നല്ലൊരു ലാൻഡ്സ്കേപ്പാണ്. വാങ്കോഗ് ഒരു പക്ഷെ ഇങ്ങനെ വരയ്ക്കും, അല്ലെങ്കിൽ ഗൊഗാൻ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുക, അല്ലെങ്കിൽ പിസാറോ ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ്, സെസാൻ എങ്ങനെയാണ്. ഞാൻ ഈ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനോട് റിയാക്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിനോട് ജോസഫ് ബോയ്സ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അൻസ്ലം കീഫർ എങ്ങനെയായിരിക്കും പറയാം. അപ്പോൾ അവിടെ ഒന്നും നമ്മൾ എങ്ങനെ ചിന്തിക്കാതെ നമുക്ക് ചിലപ്പോൾ വന്നു വരില്ല. അപ്പോൾ അതൊരു ആസ്വാദനമാണ്. നമ്മുടെ ഒരു ഡെയിലി നമ്മുടെ ലൈഫിൽ അങ്ങനെ പല സാധനങ്ങളും നമ്മളിങ്ങനെ ആസ്വദിച്ച് നടക്കണം. അത് നമുക്കൊരു മെൻ്റലായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷനാണ്. ചില സമയത്ത് ചില സാധനങ്ങൾ ഞാനാണെങ്കിൽ എങ്ങനെ അടിക്കുന്നു പറഞ്ഞു, ചിലപ്പോൾ അത് കുറച്ച് നല്ലതായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അത് പഠിക്കണം. അങ്ങനെ അത് എനിക്കൊരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ലൈഫിൻ്റെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ പലതും കാണുമ്പോൾ ചില ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ചില കളേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ പലതും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ വേറൊരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് കാണാൻ പറ്റും. പലപ്പോഴും തന്നെ അത് സഹായിച്ചിട്ടുണ്ട്. ലൈക്ക് ഒരിക്കൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, അപ്പോൾ ബാത്റൂം പോയപ്പോൾ അവിടെ ഉട്ടോപ്പിയ എന്ന് എഴുതിയിരിക്കുകയാണ് ഈ വാഷ് ബേസിനിൽ. അപ്പോൾ ഉട്ടോപ്പിയ എന്ന് എഴുതിയിട്ടുള്ളത് നമ്മൾ ഈ വെള്ളം ഒരു പ്ലഗ് ഉണ്ടല്ലോ, ഓവർഫ്ലോ ചെയ്യണൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ മേളിൽ ഉട്ടോപ്പിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പോലും ഉട്ടോപ്പിയ നനയില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര സംഭവമായിട്ട് തോന്നി. ഞാൻ പറഞ്ഞാ ഞാൻ ബാത്റൂമിൽ പോയിട്ട് അതിങ്ങനെ ഫോട്ടോഗ്രാഫ് ചെയ്തു. അപ്പോൾ അവരുടെ ഞങ്ങളിപ്പോൾ പോകണം, നീ വന്ന് കഴിക്കുന്നു പറഞ്ഞു. അപ്പോൾ കഴിക്കാനായിട്ട് ഞാൻ അതിൻ്റെ ഒരു ബ്രെഡിൻ്റെ പാക്കറ്റിലാണെങ്കിൽ ഈ കെൽറ്റിക് ക്രോസ് എന്ന് പറഞ്ഞൊരു തരം പണ്ടത്തെ ഒരു തരം ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു ഈ ലണ്ടനിൽ, ഐ മീൻ UK. അപ്പോൾ അവരൊരു പ്രത്യേകതരം ക്രോസാണ്. കെൽറ്റിക് ബേക്കേഴ്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഈ കെൽറ്റിക് ക്രോസ് ഇവരുണ്ടാക്കുന്നത് ഒരു റായ് ബ്രെഡാണ്, ഒരു ജൂതന്മാരുണ്ടാക്കുന്ന ബ്രെഡാണ്. അപ്പോൾ അതിൽ ആ ബ്രെഡ് ആരുണ്ടാക്കിയെന്നുള്ള പേരുണ്ട്, ഹാൻഡ് ബേക്ക് ബൈ മുഹമ്മദ്. ഇപ്പം ലോകത്തിൽ ഇവർ ഈ തലക്കെട്ടടിച്ച് ആകെ ഒന്നും പ്രശ്നം ഉണ്ടാക്കിയത് ഒരു ബേക്കറിയിൽ വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ഈ 3 ഗ്രേറ്റ് റിലീജിയൻസിൻ്റെയും
സംഭവം നടക്കുന്നുണ്ട്. അപ്പം എനിക്കത് ഫ്രെയിം ചെയ്യാൻ, അത് ഫ്രെയിം ചെയ്യലാണ് നമ്മുടെ പണി. ഒരു ഫോട്ടോഗ്രാഫറിന് നമ്മൾ ഫ്രെയിമിംഗ് ആണ്. അപ്പം ഇത് ഫ്രെയിം ചെയ്യുമ്പോൾ ഇതൊരു വേറൊരു ഇൻട്രസ്റ്റ് ഇവോക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഈ ഫ്രെയിമിംഗ് ആണ്. നമ്മൾ എന്താ ഫ്രെയിം ചെയ്യാൻ? ഇപ്പോൾ ഒരു ട്രെയിൻ ഞാനൊക്കെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ട്രെയിൻ. അപ്പോൾ ആ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബട്ടിൻഡേയിൽ നിന്ന് ബിക്കാനറിലേക്ക് പോണ ഒരു ട്രെയിനാണ്. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രീൻ റെവല്യൂഷൻ കാരണം പഞ്ചാബിലാണ് ഏറ്റവും എന്തൂസിയാസ്റ്റിക് ആയിട്ട് അവർ ചെയ്തിട്ട് അവസാനം ഗ്രൗണ്ട് വാട്ടർ ഭയങ്കരമായിട്ട് താഴുകയും ചെയ്തു. അത് കണ്ടാമിനേറ്റഡ് ആയി. ഭയങ്കര ക്യാൻസറും ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ. അപ്പോൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് ഈ ബിക്കാനറിലൊരു ജെയിൻ കമ്മ്യൂണിറ്റിയിൽ ഒരു ചാരിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, അവർ നല്ലൊരു ഇൻഫ്ലുവൻഷ്യൽ കമ്മ്യൂണിറ്റി ആണല്ലോ, ഒരു ട്രെയിൻ ഇട്ടു ബിക്കാനർ വരെ. ക്യാൻസർ പേഷ്യൻസിന് ഫ്രീ ആണ്, ബൈ സ്റ്റാൻഡറിന് 25% കൊടുത്താൽ മതി. അപ്പം ഞാൻ ഈ ട്രെയിൻ ബിക്കാനർ സ്റ്റേഷനിൽ ഒരു ഫോട്ടോ എടുക്കുകയാണ്. അല്ല, നമ്മൾ ഈ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ കവികളോ അതല്ല ചെയ്യുന്നത്. ലൈക്ക് ഇത് എൻ്റെ ഒരു ഐഡിയ പ്രകാരം നമ്മളോരോ പോസ്റ്റുകൾ ഉണ്ടാക്കുകയാണ്. ഇവിടെ ഒരു കുത്തി നമ്മൾ മരിക്കുമ്പോഴാണ് നമ്മൾ എത്ര ഏരിയ കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത്, അതിൻ്റെ ഫെൻസിങ് വരെ നമ്മൾ മരിക്കുമ്പോഴാണ്. ഇപ്പം നമ്മളിങ്ങനെ ഒരു പോസ്റ്റ് അടിക്കുന്നു, നമുക്ക് താല്പര്യമുള്ള ചില സാധനങ്ങളെല്ലാം നമ്മൾ കാണിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പം അത് ഇപ്പോഴത്തെ ഈ എന്താ പറയുക ക്ലൈമറ്റ് ചേഞ്ചും മറ്റ് ഗ്രീൻ റെവല്യൂഷനും മറ്റേ ഇതിൻ്റെയൊക്കെ പ്രശ്നമായിട്ടുള്ള ഇതാണ്. പക്ഷെ അത് നമ്മളെങ്ങനെ കാണിക്കാം? അതിൻ്റെ ആ പിരമിഡിൽ ഏറ്റവും ടോപ്പാണ് ഈ ട്രെയിൻ വരുന്നത്. ശരിക്കും ഈ ട്രെയിനിന് കണ്ടാലും കഥകൾ പറയാനുണ്ട്. അന്ന് അത് നോക്കിക്കഴിഞ്ഞ പോലെ ഒരു ട്രെയിനാണ്. അത് ഞാൻ പറയണം, ഇങ്ങനത്തെ ചില സാധനങ്ങൾ ഫ്രെയിം ചെയ്യലാണെങ്കിൽ കൂടുതൽ ഈ ഫോട്ടോഗ്രാഫിയിൽ ഞാൻ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ പറയുമ്പോൾ അതൊരു പെർഫോമൻസ് പോലത്തെ ഒരു ഇതാണ്. എൻ്റെ മെയിനായിട്ടുള്ളൊരു പരിപാടി എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ ഓൾട്ടർനേറ്റീവ്സ് വേണം, അത് നമ്പർ 1. മറ്റേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ഐഡിയ ആക്സസ് ചെയ്യണം, അതിൻ്റെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണത്. ഇത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു ഐഡിയ ആക്സസ് ചെയ്തിട്ട് ഇൻറ്റേർണലൈസ് ചെയ്തിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും നടക്കുന്നത്. എല്ലാ റിലീജിയനിലും എല്ലാത്തിലും ഈ ഇത് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഇതിലാവുമ്പോൾ ഇതൊരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു സ്പേസാണ്. ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ചു മാർക്ക് ലൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ മാർക്ക് പറഞ്ഞത് മറ്റേ ലൂക്ക് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ബൈബിളിലുണ്ടല്ലോ, അത് ചെയ്യാമെന്ന്. പക്ഷെ അതിനേക്കാളും ഇൻട്രസ്റ്റിങ്ങും കണ്ടംപററി ഇതാണ്. മറ്റേത് കണ്ടംപററി അല്ലാന്നല്ല, പക്ഷെ ഇതിനൊരു ഇമ്മീഡിയസി ഉണ്ടായിരുന്നു, അതിനൊരു ആവശ്യം ഉണ്ടായിരുന്നു. അത് അങ്ങനത്തെ ഒരു ഇതായിട്ട്, അതുകൊണ്ടാണ് അത് ചെയ്തത്. അതിലാണ് എനിക്കൊരു റെക്കഗ്നേഷൻ കിട്ടിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് ബോസ് ഒരു ഷോയിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് ചില മ്യൂസിയത്തിലും അതിലൊക്കെ പോയി. അപ്പം അന്ന് ഞാൻ ഈ ഒരു കക്ഷിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, ലണ്ടൻ്റെ പുറത്ത് ബാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നു. ആർക്കിടെക്റ്റല്ല, ലാൻഡ്സ്കേപ്പ്, ശരിക്കും ഒരു ഗാർഡൻ ഡിസൈനറാണ് അയാൾ. അപ്പം ഇയാൾ ആസ്ട്രോഫിസിക്സ് പഠിച്ചിട്ടാണ് പിന്നെ അവസാനം അതൊക്കെ വിട്ടിട്ട് ഗാർഡനറാണ്, ആൾക്കാർക്ക് ഗാർഡനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഇയാളുടെ ഭാര്യയാണെങ്കിൽ കോളേജ് മേറ്റാണ്. അവള് ഹോങ്കോങ്ങിൽ IBM-ൻ്റെ മറ്റു ചെയർമാനോ മറ്റാണ്. ലൈക്ക് ആ ലെവലിലാണ് അവളുടെ. ഇയാളുടെ പെങ്ങളും ഇതേപോലെ. പക്ഷെ ഇവൻ ഗാർഡനറാണ്. അപ്പം ഇവൻ്റെ അച്ഛൻ അവരെന്തോ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ അവസാനം എന്നെ കണ്ടുമുട്ടി, നമ്മുടെ കസിൻ വഴി. അങ്ങനെ ഞാൻ അവരുടെ ഡിസൈനറായി. അപ്പോൾ അവർക്ക് ഗ്രാനൈറ്റിൻ്റെ ചില സാധനങ്ങൾ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് ഇയാൾ എനിക്കൊരു ക്യാമറ തന്നിട്ടുണ്ടായിരുന്നു, പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ. ഞാൻ എന്താ ചെയ്യണം, എന്താ ഡിസൈൻ ചെയ്യണം, അതിൻ്റെ പടങ്ങൾ അയച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ അന്ന് കുറേ സാധനങ്ങൾ ചെയ്യായിരുന്നു ഫോട്ടോഗ്രാഫിയിൽ. അത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഒരു തിങ്കറാണ് എന്നൊക്കെ എന്നെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള ചില റെക്കോർഡുകളായിരുന്നു അത്. അല്ലാണ്ട് അത് എനിക്കറിയാം, അത് വെച്ച് കാണിച്ച് ആരും ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന്. ഐ മീൻ അത്രയും മോശം ക്യാമറയാണത്. അതല്ല ഒരു പ്രൊഫഷണൽ ഉപയോഗിക്കേണ്ട ക്യാമറ, അത് എനിക്കറിയാം. പക്ഷെ ഞാനിത് എനിക്ക് വേണ്ടി ചെയ്തിരുന്നതാണ്. അപ്പം അങ്ങനെയാണ് അഗൈൻ ബോസ് ക്യൂറേറ്റ് ചെയ്യുന്ന ഷോ ആയിരുന്നു. 69 മലയാളി ആർട്ടിസ്റ്റുകളുടെ ഈ 205 മറ്റോ 205 എന്തോ ഏതൊരു സമയത്തായിരുന്നു. അപ്പം അതിലാണ് ഈ വർക്ക് വയ്ക്കണത്. അപ്പം അതിൽ കണ്ടോണ ആർട്ടിസ്റ്റുകൾ ഇവർ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ പേര് സെലക്ട് ചെയ്തായിരുന്നു. വർക്ക് കണ്ടിട്ടില്ലല്ലോ, ചിലർ പറഞ്ഞു എന്നെ മാറ്റണം എന്ന് പറഞ്ഞു. ബോസ് ഒന്നുമില്ല, നല്ല വർക്കാണ് ചെയ്യുക. ബോസിന് എനിക്ക് പണ്ട് തൊട്ട് അറിയാം.
ബോസായിട്ട് കുറേ കമ്മ്യൂണിക്കേഷനിലാണ്. ബോസ് പറഞ്ഞാൽ അവൻ നല്ല വർക്ക് ചെയ്യുന്നുള്ള ഒരു ലൈന്. രണ്ട് ബോസ് എന്നെ വിളിച്ചിട്ടാ നല്ല വർക്ക് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ബോസ് ഞാൻ പറഞ്ഞ് ബോസ് ഇതാ വർക്ക് ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് വർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അവർ വന്ന് പറഞ്ഞു നല്ല വർക്കാണ് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഓരോരുത്തരെയൊക്കെ ചില മലയാളി ആർട്ടിസ്റ്റുകളൊക്കെ മീറ്റ് ചെയ്യും. അവർ പേര് പറയുന്നില്ല, പക്ഷേ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ചില കക്ഷികൾ മീറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ അവരുടെ ഇടയിൽ ഒരു ആക്സെപ്റ്റൻസ് കിട്ടുന്നത്. കാരണം അന്ന് ഫോട്ടോഗ്രാഫി ഇങ്ങനെയായിരുന്നില്ല. സാധാരണ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടാവും. അപ്പോൾ അയാൾ കുറേ എഴുത്തുകാരെ പോയി ഷൂട്ട് ചെയ്യും, അവരിങ്ങനെ വീട്ടിലിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റേ അങ്ങനെ. പിന്നെ അവർ വേറെ എന്താ ചെയ്തിരുന്നത് എനിക്ക് അറിയില്ല. കൂടുതലും അങ്ങനെ ഒരു റിഫ്ലക്റ്റഡ് ഗ്ലോറി അല്ലെങ്കിൽ ഒരു ഇതായിരുന്നു അവരുടെ ഒരു മീഡിയം അതായിരുന്നു. കാരണം അന്ന് വേറൊരു ആലോചനയില്ല, ഇവർക്കും അറിയില്ല ഫോട്ടോഗ്രാഫി എവിടെയാണ് എടുക്കണമെന്ന്, അല്ലെങ്കിൽ ലോകത്തിൽ എന്താ നടക്കണം ഫോട്ടോഗ്രാഫിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. ആ സമയത്ത് ഫോട്ടോഗ്രാഫിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ടായിക്കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ ഈ പെയിന്റിങ് പോലെ ഇവർക്കത് സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇവരുടെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ളത് മാധവിക്കുട്ടിയും മറ്റേ ഇതും. ഇപ്പോൾ അന്നത്തെ ആ ഒരു ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു ബഷീർ ഉണ്ടാവും, ഒരു മാധവിക്കുട്ടി ഉണ്ടാവും, ഒരു വേറെ എന്താ ഒ വിജയൻ ഉണ്ടാവും, അല്ലെങ്കിൽ എം എൻ വിജയൻ ഇങ്ങനെ നടന്നു പോകണുണ്ടാവും, അല്ലെങ്കിൽ ഒ വിജയൻ കസാക്കിൻ്റെ ചിലപ്പോൾ ഇങ്ങനെ ചില പനേര ഇടയിൽ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. കാരണം ഇന്നത് പക്ഷെ മാറിയിട്ടുണ്ട്. ഇന്ന് അങ്ങനത്തെ ഫോട്ടോഗ്രാഫി ഒന്നും ആരും ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്, പക്ഷെ അതിനെല്ലാം വേറൊരു ലെവലിലേക്ക് ഒ വിജയൻ ഒരു പുസ്തകം എഴുതുന്ന പോലത്തെ രീതിയിൽ ഏകദേശമൊക്കെ ഒരു 4-5 ഫോട്ടോഗ്രാഫ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടെന്ന്. ഈ സിനിമ തന്നെയല്ലേ, സിനിമ പല രീതിയിലും കാണിക്കും. അല്ലെങ്കിൽ ഈ ഷോർട്ട് അല്ലെങ്കിൽ വീഡിയോ വർക്കുകളുണ്ടല്ലോ. ഇപ്പോൾ അബുദാബിയിൽ നടക്കുന്ന ഒരു വീഡിയോയിൽ പാറ്റി ചാങ് എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ട്. അവർ ഈ പെർഫോമൻസ് ആർട്ടിൻ്റെ വലിയൊരു ഒരു 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 ഐ മീൻ ലൈക്ക് വളരെ അറിയപ്പെടുന്ന ഒരു പഠിക്കപ്പെടേണ്ട ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ ചില ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കൊടുത്തു, പിന്നെ കുറച്ച് വരച്ചു വരുന്ന ഇങ്ങനെ തന്നെ സ്ക്രീൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ സ്ക്രീന് ബ്രൗൺ പേപ്പറിലാണ് ഒന്നാമത് സ്ക്രീൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ സ്ക്രീൻ ഫ്ലാറ്റ് അല്ല, ഇങ്ങനെ ഇങ്ങനെ ചില ഇത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ചിലർ മൾട്ടി സ്ക്രീൻ എല്ലാം ഇതേപോലെയൊക്കെ കാണിക്കും. അങ്ങനെ ഭയങ്കര പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. ഈ സിനിമ വെച്ചിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യണ ഇത് ഉണ്ട്. ചിലത് നേരിട്ടായിരിക്കും, ചിലത് ഇങ്ങനെ സ്ക്വയർ ആയിരിക്കും, ചിലത് ചെറിയ ഇതായിരിക്കും, പല മൾട്ടിപ്പിൾ സ്ക്രീനിലായിരിക്കും ഇത് കാണേണ്ടത്. ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയിട്ടായിരിക്കും ഇത് കാണുക. അതിലൊരു സർക്കിൾ വെച്ചിട്ടുണ്ടാവും, ഇവിടേക്ക് നടക്കാൻ പറ്റുള്ളൂ നമ്മൾ, കാരണം ഇത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെ അതിൻ്റെയൊക്കെ പോസിബിലിറ്റി. അപ്പോൾ ചിലതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വേറെ സൗണ്ട് ആയിരിക്കും, ചിലതിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ വേറെ സൗണ്ട് ആയിരിക്കും. അപ്പം ഇതൊക്കെ ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന എക്സ്പീരിയൻഷ്യലായിട്ടുള്ള ഫിലിമൊക്കെ ഉണ്ട്, ഇൻസ്റ്റലേഷൻസ് ഉണ്ട്. ഈ സൗണ്ട് മാത്രമായിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആക്ച്വലി ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ഒരു സ്ത്രീ കാത്തി ലെയിൻ എന്ന് പറഞ്ഞിട്ട്, അവർ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ PhD എടുത്താണ്ടില്ല, അവർ പഠിപ്പിക്കുകയാണ് ഈ സൗണ്ട് ആർട്ട് മാത്രം. സൗണ്ട് വെച്ചിട്ടുള്ള ഇൻസ്റ്റലേഷൻ ഉണ്ട്. നമ്മൾ ഈ കണ്ടംപററി ആർട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരുമാതിരിപ്പെട്ട സാധനങ്ങൾ കാണാനുള്ള ശ്രമം നടക്കണം. ഒരു നല്ലൊരു രീതി ബിനാലകളാണ്. ഓഫ് കോഴ്സ് എല്ലാ ബിനാലിലും കണ്ടംപററി കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടാവും. ഇപ്പം ഈ ബിനാലയിൽ നടക്കുന്ന ചില സാധനങ്ങൾ നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ട് ഷാർജയിൽ നിന്ന് അങ്ങനെ ഒരു സാധനം വന്നില്ല. അവർ ഫ്രാൻസ് ബിൽഡ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന 50കളിൽ 45കളിലൊക്കെ നടക്കണ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് നടക്കണ കുറേ ഇമിഗ്രൻസ് വന്നിട്ട് അവരുടെ ജീവിതവും അവരുടെ ജീവിത സാഹചര്യവും അവരുടെ പണിയും അവരുടെ ലിഷർ ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യണത്, അവരുടെ റൈറ്റ്സ് ഇല്ലായ്മയും ഇതിനെക്കുറിച്ചൊക്കെ കുറേ സിനിമകളുണ്ട്. അതിനേലും എത്രയോ സാധനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഈ മൂവിയിൽ. പക്ഷെ അതൊക്കെ ചെയ്യാൻ തോന്നുന്ന ആൾക്കാർ കുറവാണ്. ഞാൻ പറഞ്ഞു, ഈ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ റംഗൂണിൽ, ശ്രീലങ്കയിൽ, മറ്റേ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ പല സ്ഥലത്തും ഒക്കെ പണ്ട് തൊട്ടുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ഫോട്ടോഗ്രാഫ്സ് നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. നാട്ടിൽ ശരിക്കും പറഞ്ഞ ഒരു പ്രത്യേക വെൽത്ത് ഓഫ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതെല്ലാം ചത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫംഗസ് പിടിച്ചിട്ട് മറ്റേ പൂപ്പിൽ പിടിച്ചിട്ടൊക്കെ. ഇതൊക്കെ നമ്മൾ റിസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ
ലൈക്ക് നമുക്കൊരു ജനറേഷന് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ലോകം മുഴുവൻ ആക്സസ് ചെയ്യാൻ പറ്റും. 50കളിലൊരു ഒരു കല്യാണം അല്ലെങ്കിൽ മറ്റേത്, ഇവർ വേഷങ്ങളിൽ മാറിയിട്ടുണ്ടോ, ഇവർ ഇന്ന വേഷങ്ങൾ, അത് കണ്ടംപററി കൂടി വേണം. എല്ലാ അതിൻ്റെ വാസ്റ്റ് ഹിസ്റ്ററി നൈജീരിയയിലുള്ള മലയാളികളും അല്ലെങ്കിൽ മറ്റേ അങ്ങനെ എല്ലായിടത്തും ലോകത്തുള്ള എല്ലായിടത്തും ഇവരൊക്കെ എങ്ങനെ ജീവിച്ച് ചെറിയ ഫോട്ടോഗ്രാഫുകളുണ്ടാവും. അത് അതിൻ്റെ ആ കഥ എഴുതണം, ഇതാരാണ് ആയിരുന്നത് എന്നുള്ളത്. അപ്പോഴാണ് അതിനൊരു ജീവൻ വയ്ക്കുക. ഇത് ഇന്ന ആളും കൂടിയിട്ട് മറ്റേ ഒരു സ്ഥലത്തേക്ക് കല്യാണത്തിന് മുമ്പ് എടുത്തൊരു ഫോട്ടോ ആണ്, അല്ലെങ്കിൽ മറ്റേ എന്തിനെങ്കിലും എടുത്തൊരു ഫോട്ടോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റെലവൻസ് ഉണ്ട്. അത് ഇന്ന സ്ഥലത്തായിരുന്നു, ഇന്ന സമയമായിരുന്നു, ഇന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് അത് കാരണം നമ്മൾ ദേവാനന്ദനെ പോലെ മീശയൊക്കെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സത്യനെ പോലെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ തൊട്ട് ഇവരിടുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ജ്വല്ലറി അല്ലെങ്കിൽ ഷൂ അല്ലെങ്കിൽ അവരുടെ സൈഡിലിരിക്കുന്ന പാട്ടുപെട്ടി അല്ലെങ്കിൽ ഇതെല്ലാം മൈക്രോ ഹിസ്റ്ററികളാണ്. ഈ രാജാക്കന്മാരുടെയും പൊളിറ്റീഷ്യൻസിൻ്റെയും മാത്രമാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതല്ല, ആൾക്കാരുടെ എല്ലാവർക്കും ഹിസ്റ്ററി ഉണ്ട്. എല്ലാവരും പുരാതനമാണ്, എല്ലാവരും പൊഴുതിയതാണ്, എല്ലാവർക്കും ഹിസ്റ്ററി ഉണ്ട്. അല്ലാണ്ട് ചിലവർക്ക് മാത്രമേ ഉള്ളൂ, ചിലർക്കില്ല, അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ മൈക്രോ ഹിസ്റ്ററികളാണത്. ഇതിനൊക്കെ നമ്മൾ ശ്രമിക്കണം.